ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 4-ാമത്തെ അധ്യായമാണ്. 4-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകം മുതലാണ്. ശ്ലോകം വായിക്കാം. അധ്യായം 4 ശ്ലോകം 2. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേനേഹ മഹദാ യോഗോ നഷ്ട പരം തപാ. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേനേഹ മഹദാ യോഗോ നഷ്ട പരം തപാ. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേനേഹ മഹദാ യോഗോ നഷ്ട പരം തപാ. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദരുടേതാണ്. ജയ ശ്രീല പ്രഭുപാദ്. അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു. കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും ഇത് നഷ്ടപ്രായമാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് അല്ലേ. എല്ലാ അധ്യായങ്ങളും പ്രധാനപ്പെട്ട അധ്യായം തന്നെയാണ്. പക്ഷേ ഈ ഒരു അധ്യായത്തിൽ അതിപുരാതന കാലം മുതലുള്ള ഭഗവത്ഗീതയുടെ ചരിത്രം ഭഗവാൻ നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു അധ്യായമാണ്. അതീന്ദ്രിയ ജ്ഞാനം എന്ന് പേരുള്ള ഈ 4-ാമത്തെ അധ്യായം. അപ്പം നമ്മൾ ഭക്തിവൃക്ഷ ക്ലാസ്സുകളിലൊക്കെ ആളുകളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉപമകൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ, ഉദാഹരണങ്ങൾ പറയാറുണ്ട് അല്ലേ. ഒരു ഉപകരണം നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ അതിനോടൊപ്പം അല്ലേ, ഇപ്പോൾ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൊബൈൽ, അങ്ങനെ പല ഉപകരണങ്ങളും നമ്മൾ സ്വന്തമാക്കുമ്പോൾ അതിനോടൊപ്പം അതെങ്ങനെ വളരെ കാലം നന്നായിട്ട് പ്രവർത്തിപ്പിക്കാം, അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ട് ആ ഉപകരണം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചിട്ട് അല്ലേ ഒരു ചെറിയൊരു പുസ്തകം അല്ലേ, ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് ആ ഒരു ഉപകരണത്തിനോടൊപ്പം അത് നിർമ്മിച്ച കമ്പനി വെക്കാറുണ്ട്. അപ്പോൾ അതിലെ നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അനുസരിച്ചാൽ ആ ഉപകരണം വളരെ കാര്യക്ഷമമായിട്ട് വളരെ നാളുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേപോലെ മനുഷ്യരായി പിറന്നവർക്ക് ഈ ശരീരം എങ്ങനെ ദീർഘകാലം കേടുപാട് കൂടാതെ കൊണ്ടു നടക്കാം, കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പിക്കാം, എങ്ങനെ ഒരു മനുഷ്യൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം എന്നൊക്കെ നമുക്ക് നിർദ്ദേശം നൽകുന്ന പുസ്തകമാണ് ഭഗവത്ഗീത. അപ്പോൾ അത് ആർക്കാണ് നിർദ്ദേശിക്കാൻ കഴിയുക? ഈ ശരീരം സൃഷ്ടിച്ചിരിക്കുന്ന ആൾക്ക് മാത്രമേ അതേക്കുറിച്ചിട്ട് വ്യക്തമായിട്ടും കൃത്യമായിട്ടും നമുക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് ഭഗവാന്റെ പ്രസക്തി. ഭഗവാൻ 18-ാമത്തെ അധ്യായത്തിന്റെ 61-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. അല്ലെ, ഭഗവാൻ എന്താ ഇവിടെ പറയുന്നത്? അർജുന,
പരമപുരുഷൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുകയും ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമ്മളെ നിയന്ത്രിക്കുകയും സൃഷ്ടിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുകയും ചെയ്യുന്ന ആ ഭഗവാനാണ് നമുക്ക് എങ്ങനെ നമ്മുടെ ഈ മനുഷ്യജന്മം ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ നിർദ്ദേശങ്ങളാണ് നമുക്ക് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ തന്നിരിക്കുന്നത്. അപ്പോൾ മനുഷ്യരായി പിറന്ന ഓരോരുത്തർക്കും അല്ലേ ഈ മഹത്തായ ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി മനുഷ്യജന്മം യഥാവസരം ഉപയോഗപ്പെടുത്തി ജീവിത വിജയം കൈവരിക്കാം. അതേക്കുറിച്ചിട്ടാണ് ഇവിടെ ഭഗവാൻ വ്യക്തമാക്കുന്നത് അല്ലേ. ഇത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല. പുരാതന കാലം തൊട്ട് അല്ലെങ്കിൽ നമുക്കൊക്കെ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത കാലം മുതലേ ഇവിടെ നിലനിന്നിരുന്നതാണ് ഭഗവത്ഗീത. ഭഗവാൻ പറയുന്നു, കാലാന്തരത്തിൽ അല്ലെ കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോയത് കൊണ്ട് മാത്രമാണ് ഭഗവാൻ ഇപ്പോൾ അത് ഒന്നുകൂടി പുതുക്കാനായിട്ട് വന്നിരിക്കുന്നത് അല്ലെ. അത് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ഈ ഒരു ശ്ലോകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ നമ്മൾ ഭഗവത്ഗീതയെ വ്യക്തമായിട്ടും ശുദ്ധമായിട്ടും മനസ്സിലാക്കണം, അത് അനുസരിക്കണം അല്ലെ. അതിൽ പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം. ഇപ്പോൾ നമ്മൾ ഗീതാ ജയന്തിയൊക്കെ വരുമ്പോൾ പുതിയ ആളുകളിലേക്ക് നമ്മൾ ഭഗവത്ഗീത എത്തിക്കുമ്പോൾ ഒരു 50 കാരണങ്ങൾ അല്ലെ, ഭഗവത്ഗീത വായിക്കാനുള്ള 50 കാരണങ്ങൾ എന്ന് പറയുന്ന ഒരു ലഘുലേഖം നമ്മൾ തയ്യാറാക്കിയിട്ട് അത് വിതരണം ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് അല്ലേ, നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ആങ്സൈറ്റി അല്ലെ, ടെൻഷൻ, അതൊക്കെ നമുക്ക് എങ്ങനെ മാറ്റാം, നമ്മുടെ ഉത്കണ്ഠകളെ നമുക്ക് എങ്ങനെ മറികടക്കാം, മരണഭയത്തെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നിർദ്ദേശം തരുന്ന ഭഗവാനാൽ ഉച്ചരിക്കപ്പെട്ട ശ്ലോകങ്ങളുടെ ഒരു നിർദ്ദേശം നമ്മൾ ആ ലഘുലേഖയിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വായിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഭഗവത്ഗീത പഠിക്കണം എന്നുള്ള ഒരു തോന്നല് മനസ്സിലുണ്ടാക്കാൻ അത് ഇടവരുത്തും. അപ്പോൾ ഭഗവാന്റെ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഭഗവാൻ നൽകുന്നുണ്ട് അല്ലേ. ഭക്തനാവാൻ മാത്രമല്ല ഭഗവാൻ പറയുന്നത്, എങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനെ വരുതിയിലാക്കാം. അർജുനൻ തന്നെ ചോദിക്കുന്നുണ്ട് അല്ലേ, ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ ദുഷ്കരം എന്ന് ഭഗവാനോട് അർജുനൻ പറയുന്നുണ്ട് അല്ലേ. മനസ്സ് ചഞ്ചലമാണ്, അസ്ഥിരമാണ് കൃഷ്ണ, എനിക്കതിനെ വരുതിയിലാക്കാൻ സാധിക്കുന്നില്ല, പക്ഷെ എനിക്ക് കാറ്റിന്റെ ഗതിയെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് അർജുനൻ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ എന്താ പറയുന്നത്, അഭ്യാസം തു കൗന്ദേയ അല്ലെ, അഭ്യാസം കൊണ്ട് നിനക്ക് സാധിക്കുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതുപോലെ ദ്വന്ദ്വമോഹങ്ങളെയൊക്കെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഭഗവാന്റെ നിർദ്ദേശങ്ങൾ വ്യക്തമായിട്ട് തന്നിട്ടുള്ള ഒരു മഹത്തായ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അപ്പോൾ ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിച്ചത് കൊണ്ട് തന്നെ അത് വളരെ വിശിഷ്ടമാണ് അല്ലേ. വേദങ്ങൾ പോലെ വിശിഷ്ടമാണ് ഭഗവത്ഗീത എന്നാണ് പ്രഭുപാദ പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനിർമ്മിതമല്ലാത്തത് കൊണ്ട് തന്നെ ഭഗവത്ഗീതയെ അപൗരുഷേയം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ വേദ നിർദ്ദേശങ്ങളെ നമ്മൾ മാനുഷിക വ്യാപാരങ്ങൾ കൂടാതെ അല്ലെങ്കിൽ മാനുഷിക വ്യാഖ്യാനങ്ങൾ കൂടാതെ അംഗീകരിക്കുന്നത് പോലെ ഭൗതിക വ്യാഖ്യാനങ്ങൾ കൂടാതെ ഭഗവത്ഗീതയും നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ അതാണ് ഭഗവത്ഗീതയുടെ പ്രസക്തി, അല്ലെങ്കിൽ അങ്ങനെയാണ് നാം ഭഗവത്ഗീതയെ സമീപിക്കേണ്ടത്. ഭഗവത്ഗീതയുടെ അവതാരികയിൽ പ്രഭുപാദ പറയുന്നുണ്ട് അല്ലേ, അർജുനനെ പോലെ ആവണം നാം ഭഗവത്ഗീതയെ സമീപിക്കേണ്ടത്. അർജുനനെ പോലെ ഒരു വിദ്യാർത്ഥി ആവണം നാം ഓരോരുത്തരും ഭഗവത്ഗീത പഠിക്കുവാനും മനസ്സിലാക്കുവാനും എന്ന് അവിടെ പ്രഭുപാദ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭഗവാനും അത് തന്നെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഗുരുശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായിട്ടുള്ള ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു എന്ന് ഇവിടെ വിവർത്തനത്തിൽ പറയുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നത്? കാരണം പ്രജകളെ നല്ല രീതിയിൽ ഭക്തന്മാരായിട്ടും സന്മാർഗികളായിട്ടും വളർത്തിക്കൊണ്ട് വരേണ്ടത് ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് രാജർഷികളിലൂടെ ഇത് ഈ ശൃംഖല കൈമാറി വന്നത്. അപ്പോൾ ഇത് ഭരണത്തിന് അല്ലെ, പ്രജകളെ നല്ല രീതിയിൽ വാർത്തെടുക്കേണ്ടതിന് ഇത് വളരെയധികം അത്യന്താപേക്ഷിതമാണ് എന്ന് ഭഗവാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് ജനക മഹാരാജാവിനെ പോലുള്ള രാജർഷികളിലൂടെ ഭഗവത്ഗീതയുടെ പരമ്പര കൈമാറി വന്നത്.
അപ്പോൾ ഈ ഋഷി തുല്യരായിട്ടുള്ള രാജാക്കന്മാര് വളരെ നല്ല രീതിയിൽ ഭരണം നടത്തുമെന്നും അത് തങ്ങളുടെ പ്രജകളെ ഓരോരുത്തരെയും ഭക്തരാക്കാൻ സഹായിക്കുമെന്നും അങ്ങനെ നല്ലൊരു രാജ്യം വിഭാവനം ചെയ്യാൻ സാധിക്കുമെന്ന് ഭഗവാൻ മുന്നേ മനസ്സിലാക്കിയിരുന്നു അല്ലേ. ഭഗവാൻ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട് അല്ലേ, എന്തുകൊണ്ടാണ് ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധം അറേഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാണ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കിയത്. കാരണം യുധിഷ്ഠിരനെ പോലെ സന്മാർഗിയും ഭക്തനുമായിട്ടുള്ള ഒരു ഭരണാധികാരി അധികാരത്തിൽ വരണമെന്നത് ഭഗവാന്റെ പദ്ധതിയായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് യുധിഷ്ഠിരൻ രാജാവാക്കപ്പെട്ടത്, ചക്രവർത്തിയാക്കപ്പെട്ടത്. അപ്പോൾ രാമചന്ദ്ര ഭഗവാനെ പോലുള്ള ആളുകൾ രാജ്യം ഭരിക്കുമ്പോൾ അല്ലെ, ഇന്നും രാമരാജ്യത്തിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങളെ നമുക്കറിയാം. അപ്പൊ അതേപോലെ അത്രയ്ക്കും ശ്രേഷ്ഠമായിട്ടുള്ള ഭരണം കാഴ്ചവെച്ച ആളുകളാണ് ഇവർ ഓരോരുത്തരും. അതുപോലെ യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജ്യത്തെ കുറിച്ചിട്ട് ഭാഗവത്തിൽ വിശദീകരണമുണ്ട് അല്ലെ. എന്താ പറയുന്ന, പശുക്കളുടെ അകിട് നിറഞ്ഞിട്ട് അത് ആ പാല് വന്നിട്ട് അവിടുത്തെ സമതലങ്ങളെയൊക്കെ നനച്ചിരുന്നു എന്നൊക്കെയുള്ള വിശദീകരണങ്ങളുണ്ട്. അതുപോലെ യുധിഷ്ഠിര മഹാരാജാവ് പരിധി ഉപാന്താം എന്നാണ് ആ രാജ്യത്തിന്റെ പരിധി, അതായത് പരിധികളില്ലാത്ത സമുദ്രങ്ങളും കൂടി അടങ്ങിയ രാജ്യമാണ് ഭരിച്ചിരുന്നത് എന്ന്. അതായത് ഈ ഭൂമി മലയാളം മൊത്തം യുധിഷ്ഠിര മഹാരാജാവ് ഭരിച്ചിരുന്നു എന്നാണ് അതിനർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയും മികച്ച ഭരണാധികാരികളെ രാജ്യത്തിന്റെ ഭരണ ചുമതല ഏൽപ്പിക്കാനാണ് ഭഗവാൻ ശ്രമിച്ചിരുന്നത്. അതിലൂടെ നമ്മളെ പോലെയുള്ള പ്രജകൾക്കാണ് അതിന്റെ നേട്ടം വന്നിരുന്നത്. അപ്പോൾ ഇവിടെ പറയാണ്, പിന്നീട് അങ്ങോട്ട് അല്ലെ കാലാന്തരത്തിൽ ഇത് നഷ്ടപ്പെട്ടു പോവുകയും തങ്ങൾക്ക് തോന്നിയതുപോലെയുള്ള വ്യാഖ്യാനങ്ങൾ ഓരോരുത്തരായിട്ട് പടച്ചുവിടാൻ തുടങ്ങിയപ്പോൾ ഭഗവത്ഗീതയുടെ മൂല്യം നഷ്ടപ്പെട്ടു എന്നിവിടെ പ്രഭുപാദ പറയുന്നുണ്ട്. അപ്പോൾ മൂല്യച്യുതി നഷ്ടപ്പെടുത്താൻ തരത്തിൽ വ്യാഖ്യാനം നൽകുന്ന ആസുര സ്വഭാവികൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല ഭഗവത്ഗീത എന്നിവിടെ പ്രഭുപാദ നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. അവിവേകികളായിട്ടുള്ള ഭാഷ്യകാരന്മാരുടെ നിഗമനങ്ങൾ അല്ലെ മൗലിക ഉദ്ദേശത്തെ തകർത്തു വിട്ടപ്പോൾ ശിഷ്യ പാരമ്പര്യത്തെ പുനഃസ്ഥാപിക്കേണ്ടത് വളരെ അത്യാവശ്യമായി തീർന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഭഗവാൻ ഇത് അർജുനനിലൂടെ പുനഃസ്ഥാപിക്കപ്പെടാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ 5000 കൊല്ലങ്ങൾക്ക് മുൻപ് ശിഷ്യ പരമ്പരയിൽ വന്ന ഈ വിടവിനെ ഭഗവാൻ കണ്ടറിഞ്ഞു അല്ലേ. അത് ഭഗവാന്റെ വളരെ 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 മികച്ച ഒരു കരുണയായിട്ട് വേണം കരുതാൻ. ആചാര്യന്മാര് പറയാണ് അല്ലെ, ഭഗവാൻ അത് സ്വയം വന്ന് ആ പരമ്പര മുറിഞ്ഞുപോയ പരമ്പര പുനഃസ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്ക് പിന്നീട് ഭഗവത്ഗീത യഥാരൂപം ലഭിക്കുമായിരുന്നില്ല, നമുക്ക് കൃഷ്ണാവബോധം ലഭിക്കുമായിരുന്നില്ല. അപ്പോൾ അത് ഭഗവാന്റെ അഹൈതുകമായിട്ടുള്ള കരുണയാണ്. അപ്പോൾ ഗീതയുടെ ഉദ്ദേശം അത് കാലാന്തരത്തിൽ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ഭഗവാൻ ഇത് പുനഃസ്ഥാപിക്കുവാനായിട്ട് അർജുനനെ തിരഞ്ഞെടുക്കുകയും അർജുനനിലൂടെ ഭഗവാൻ ഈ പരമ്പരയെ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ ഒരുപാട് ഭഗവത്ഗീതകളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒരു ബുക്ക് സ്റ്റാളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പല പല ആളുകളുടെ ഭഗവത്ഗീത, പല പല ഭാഷ്യകാരന്മാരുടെ വ്യാഖ്യാനങ്ങൾ അടങ്ങിയിട്ടുള്ള ഭഗവത്ഗീതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലൊന്നും തന്നെ ഭഗവത്ഗീതയുടെ അന്തസത്ത കാണുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? അതൊന്നും ഭക്തരായിട്ടുള്ള ആളുകളല്ല അത് എഴുതിയിരിക്കുന്നത് അല്ലെ, അതിന് വ്യാഖ്യാനങ്ങൾ ചമച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവ നമുക്ക് അത് വായിച്ചാലും നമുക്കൊരു ഒരു മാറ്റം നമുക്ക് സംഭവിക്കാത്തത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഭഗവത്ഗീതയുടെ അന്തസത്ത കാണണമെങ്കിൽ അത് ഭഗവാന്റെ ഭക്തരായിട്ടുള്ള ആളുകൾ തന്നെ അതിന് വ്യാഖ്യാനങ്ങൾ രചിക്കണം. അപ്പോൾ ഇവിടെ ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടതാണ് ഭഗവത്ഗീത അല്ലെ. പ്രഭുപാദ ഒരു ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഭഗവത്ഗീത ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടതുകൊണ്ട് സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ഈ ഭഗവത്ഗീതയ്ക്ക് അല്ലെ മെഴുകുതിരി വെട്ടം പോലെയുള്ള മറ്റു ഭാഷ്യകാരന്മാരുടെ മെഴുകുതിരി വെട്ടങ്ങൾ ആവശ്യമില്ല എന്ന് പ്രഭുപാദ പറയുന്നുണ്ട് അല്ലെ. കാരണം സൂര്യന്റെ പ്രകാശം വന്നു കഴിഞ്ഞാൽ പിന്നെ മെഴുകുതിരി വെട്ടത്തിന് പ്രസക്തിയില്ല. അപ്പോൾ സൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്ന ഭഗവത്ഗീതയുള്ളപ്പോൾ മറ്റ് സാഹിത്യകാരന്മാരുടെ മെഴുകുതിരി വെട്ടങ്ങൾ ആവശ്യമില്ല എന്ന് പ്രഭുപാദ ഒരു ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവത്ഗീത യഥാരൂപം ഭഗവാനിൽ നിന്ന് ആരംഭിക്കുന്ന ശിഷ്യ പരമ്പരയിലൂടെ കൈമാറി വന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ആധികാരികമായിട്ടും നമുക്ക് ഈ ഭഗവത്ഗീത യഥാരൂപത്തിനെ നമുക്ക്
സ്വന്തമാക്കാനും അല്ലെങ്കിൽ അത് പഠിക്കാനും അതിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാനും സാധിക്കും. ഇപ്പോൾ ഇവിടെ പ്രഭുപാദ പറയുന്നുണ്ട്, ഭൗതികവാദികളായ ഒട്ടേറെ പണ്ഡിതന്മാർ ഭഗവത്ഗീതയ്ക്ക് വിവിധമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ചമച്ചിട്ടുണ്ട്. ഇവയെയാണ് പ്രഭുപാദ മെഴുകുതിരി വെട്ടങ്ങളോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ സർവോത്തമ വ്യക്തിത്വത്തെ അംഗീകരിച്ചു കൊടുക്കുന്നവ അക്കൂട്ടത്തിൽ നന്നേ ചുരുങ്ങുമെന്ന് പ്രഭുപാദ പറയുന്നുണ്ട്, അല്ലേ? നേരത്തെ പല പല ആളുകളുടെ ഭാഗവത സപ്താഹം അല്ലെങ്കിൽ ഭഗവത്ഗീത യജ്ഞങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ ശ്രീ ഭഗവാൻ ഉവാച എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ ശ്ലോകങ്ങളൊക്കെ അവർ ഉച്ചരിക്കുമ്പോൾ ശ്രീ ഭഗവാൻ ഉവാച എന്ന് പറയുന്നത് അങ്ങോട്ട് മാറ്റും. എന്നിട്ട് അത് താഴെയുള്ള ശ്ലോകം പറയും. പക്ഷെ ഒരിക്കലും ഇത് കൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്നൊരു വാക്ക് അവരുടെ വായിൽ നിന്നും ഇതുവരെ കേൾക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് എവിടെന്നോ കിട്ടിയതാണ്, അല്ലേ? വായുവിൽ നിന്ന് എവിടെന്നോ സൃഷ്ടിച്ചെടുത്തിട്ട് ഇവർ പറയുകയാണ്. അല്ലാതെ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഭഗവത്ഗീത അല്ലെങ്കിൽ ഭഗവാനാൽ അരുളി ചെയ്തതാണ് ഭഗവത്ഗീത എന്ന് എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത്? ഭഗവാനെ അംഗീകരിക്കാതെ ഭഗവാന്റെ സമ്പത്തിനെ അവർ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് അത് ആസുര സ്വഭാവമാണ്, അല്ലേ? ഭഗവാനെ അംഗീകരിക്കാതിരിക്കുകയും ഭഗവാന്റെ സ്വത്തുവകകളെ അല്ലെങ്കിൽ ഭഗവാന്റെ സമ്പത്തിനെ, ഭഗവാനാൽ നമുക്ക് നൽകുന്ന സൗകര്യങ്ങളെയൊക്കെ നമ്മൾ യഥേഷ്ടം ഉപയോഗിക്കുകയും അതിൻ്റെ ഒരു ഫലത്തിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യാം. പക്ഷെ ഭഗവാനെ അംഗീകരിക്കാൻ നമുക്ക് മടിയാണ്. അപ്പോൾ ഇത് ശരിക്കും ആസുര സ്വഭാവമാണ്. ഇതിന് നമുക്ക് ഉദാഹരണമായിട്ട് ദുര്യോധനനെ ചൂണ്ടിക്കാണിക്കാം, അല്ലേ? ദുര്യോധനൻ ഭഗവാനോട് സഹായം അഭ്യർത്ഥിക്കാനായിട്ട് പോയ സമയത്ത് ഭഗവാൻ ആയുധമെടുക്കില്ല, അല്ലേ? ഞാൻ ഉണ്ടാവും യുദ്ധത്തിൽ, പക്ഷെ ഞാൻ ആയുധമെടുക്കില്ല, പിന്നെ എൻ്റെ നാരായണീ സേന ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ കുബുദ്ധിയായിട്ടുള്ള ദുര്യോധനൻ എന്താ ചിന്തിച്ചത്, അല്ലേ? ആയുധമെടുക്കാണ്ട് ഇല്ലേ ഇവൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണെന്നാണ് ദുര്യോധനൻ ചിന്തിച്ചത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നാരായണീ സേനയെ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ദുര്യോധനൻ നാരായണീ സേനയാണ് തീരുമാനിച്ചത്. പക്ഷേ ഭക്തനായിട്ടുള്ള അർജുനൻ, അല്ലേ? ഭഗവാന്റെ മേന്മ ശരിക്കറിയാവുന്ന അർജുനൻ എന്താ ചെയ്തത്? ആയുധം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലേ? പക്ഷെ ഭഗവാന്റെ ആ ഒരു കടാക്ഷം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു സാന്നിധ്യം അത് ആയുധത്തെക്കാളൊക്കെ വലുതാണ്, നാരായണീ സേനയെക്കാളൊക്കെ വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് അർജുനൻ ഭഗവാനെ മതി എന്നാണ് പറഞ്ഞത്. അതുപോലെ രാവണൻ സീതാമാതാവിനെ തട്ടിക്കൊണ്ടുപോയി, ഇല്ലേ? പക്ഷെ ഭഗവാനെ ഒരിക്കലും അംഗീകരിക്കാനോ ഭഗവാനെ ശരണാഗതി പ്രാപിക്കാനോ ഒന്നും രാവണൻ തയ്യാറായില്ല. അപ്പോൾ ഇത് ആസുര സ്വഭാവമാണ്. ഇപ്പോൾ ദൈവികമായിട്ടുള്ള സമ്പത്ത് അനുഭവിക്കുന്നുവെങ്കിലും അസുരന്മാർ ദൈവത്തിൽ വിശ്വസിക്കാറില്ല എന്നിവിടെ പ്രഭുപാദ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ കൈമാറി വന്ന ഈ ഭഗവത്ഗീത അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റാതെ വരുമ്പോഴാണ് ഭഗവാൻ ഇത് വീണ്ടും അർജുനനിലൂടെ പുനഃസ്ഥാപിക്കുന്നത്. കാരണം അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് മുറിഞ്ഞു പോയത് അല്ലെങ്കിൽ കാലാന്തരത്തിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതെന്ന് നമുക്ക് സംശയം തോന്നാം, അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അനേകം ആളുകൾ വന്നിട്ട് അവരുടേതായിട്ടുള്ള ഭാഷ്യങ്ങളൊക്കെ രചിച്ചു. അപ്പോൾ ആ ഭഗവത്ഗീതയുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം ശുദ്ധി അവിടെ കളങ്കപ്പെട്ടുപോയി. അതുകൊണ്ടാണ് ഭഗവാൻ അത് വീണ്ടും അർജുനനിലൂടെ പുനഃസ്ഥാപിക്കുന്നത്. ഇപ്പോൾ ഭഗവത്ഗീത മനുഷ്യവർഗത്തിന് മഹത്തായിട്ടുള്ള ഒരു വരദാനമാണ് എന്ന് അത് സർവ്വസമ്മതമായിട്ട് കരുതുന്ന ഒന്നാണ്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള തനിമയിൽ അതിനെ നമ്മൾ അംഗീകരിക്കണം. അതിനെയാണ് പരമ്പരയിലൂടെ വരുന്ന ആചാര്യന്മാരിൽ നിന്ന് നാം ഭഗവത്ഗീതയെക്കുറിച്ച് ശ്രവിക്കണം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ബുദ്ധിക്ക് ഉതകുന്ന രീതിയിൽ നാം തന്നെ തത്വജ്ഞാനപരമായിട്ടുള്ള ഊഹാപോഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഉപന്യാസം എന്ന രീതിയിൽ ഒരിക്കലും ഭഗവത്ഗീതയെ സമീപിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് അവതാരികയിൽ പ്രഭുപാദ അർജുനനെ പോലെ ആവണം നാം ഭഗവത്ഗീത അംഗീകരിക്കേണ്ടത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഭഗവത്ഗീതയെ എങ്ങനെയാണ് നാം അർജുനനെ പോലെ അംഗീകരിക്കുക? അർജുനൻ ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിച്ചു, അല്ലേ? ഭഗവാൻ തൻ്റെ കയ്യിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിൽക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ അർജുനൻ ഭഗവാന് മുന്നിൽ ശരണാഗതി പ്രാപിക്കുന്നുണ്ട്. കാർപ്പണ്യദോഷോ ബഹദ സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മ സമൂഢചേത യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതിമാം ത്വാം പ്രപന്നം എന്ന് പറയുന്നുണ്ട് 2-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ ശ്ലോകത്തിൽ.
യഥാർത്ഥത്തിൽ അവിടെ മുതലാണ് ഭഗവത്ഗീതയുടെ ഉപദേശങ്ങൾ ആരംഭിക്കുന്നത് അല്ലേ. അത്രയും സമയവും അർജുനൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാൻ. അപ്പോൾ അതിന് തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ ചോദിക്കുന്നുണ്ട്, നിനക്ക് എവിടെ നിന്നാണ് കുതസ്ത്വ കശ്മലമിതം എന്ന് പറയുന്ന ശ്ലോകത്തിൽ ഭഗവാൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എവിടെ നിന്നാണ് ഈ മാലിന്യങ്ങളൊക്കെ വന്നുപെട്ടത് അർജുന? എനിക്കറിയാവുന്ന അർജുനൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് ഭഗവാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അർജുനൻ ഭഗവാനെ ഗുരുവായിട്ട് അംഗീകരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ സുപ്രീമസി അല്ലെ, ഭഗവാന്റെ പരമദിവ്യത്വം നാം അനുസരിക്കുക അംഗീകരിക്കുക. അതുകൊണ്ടാണ് പ്രഭുപാദ എടുത്തു പറയുന്നത് അർജുനനെ പോലെ ആവണം നാം ഭഗവത്ഗീതയെ സമീപിക്കേണ്ടത് എന്ന്. അപ്പോൾ കാലക്രമത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ പരമ്പര അല്ലെ, ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോയത് കൊണ്ട് അത് ഇപ്പോൾ അർജുനനിലൂടെ പുനഃസ്ഥാപിക്കപ്പെടാൻ പോവുകയാണ് ഭഗവാൻ ഇവിടെ. അതാണ് ഭഗവാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഭഗവത്ഗീത ഉപദേശിക്കാൻ അല്ലെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഭീഷ്മ പിതാമഹൻ ഉണ്ടായിരുന്നു, യുധിഷ്ഠിരൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പാണ്ഡവരിൽ തന്നെ മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയും മികച്ചരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അല്ലെ. പക്ഷെ എന്തുകൊണ്ട് ഭഗവാൻ അർജുനനെ തിരഞ്ഞെടുത്തു? അടുത്ത ശ്ലോകമാണ് അതിന് ഭഗവാൻ നൽകുന്ന ഉത്തരം. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 3. സ ഏവായം മയാ തേ ധ്യായോഗ പ്രോക്ത പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. സ ഏവായം മയാ തേ ധ്യായോഗ പ്രോക്ത പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. വിവർത്തനം: നീ എൻ്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് അതീന്ദ്രിയമായ ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട് അല്ലേ. അർജുനനെ തിരഞ്ഞെടുത്തതിന്റെ കാരണം വ്യക്തമാക്കുകയാണ് ഭഗവാൻ ഇവിടെ. എന്താ ഭഗവാൻ പറയുന്നത്? നീ എൻ്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുന്ന ഈ പുരാതന ശാസ്ത്രം നിനക്ക് ഞാൻ വിവരിച്ചു തരുന്നത് എന്ന് ഭഗവാൻ പറയാണ്. 9-ാമത്തെ അധ്യായത്തിന്റെ അവിടെ ഭഗവാൻ പറയുന്നുണ്ട് അനസൂയവേ എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതും അർജുനനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ ഭഗവാനോട് തെല്ലും അസൂയയില്ലാത്തവൻ എന്നതാണ് അനസൂയവേ എന്ന പദം കൊണ്ട് ഭഗവാൻ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് അർജുനനെ ഭഗവാൻ ഭഗവത്ഗീതയുടെ ഉപദേശം കേൾക്കാൻ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഈ മുറിഞ്ഞു പോയിട്ടുള്ള പാരമ്പര്യ ശൃംഖല പുനഃസ്ഥാപിക്കപ്പെടുവാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ ഗുപ്തജ്ഞാനം അല്ലെ, ഇത് ഗുപ്തമാണ് അല്ലെ, ഗോപ്യമാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതേസമയം രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യവുമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഗ്രഹിക്കുവാനായിട്ട് തക്കതായിട്ടുള്ള ഒരു ആൾക്ക് മാത്രമേ ഇത് പകർന്നു നൽകാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അർജുനനെ ഭഗവാൻ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രഭുപാദ പറയുന്നുണ്ട് 2 തരത്തിലുള്ള മനുഷ്യരാണ്, ഭക്തന്മാരും അസുരന്മാരും. അപ്പോൾ ഭഗവാൻ അർജുനനെ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ്? തൻ്റെ ഭക്തനായതുകൊണ്ടാണ് അല്ലേ. അർജുനനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയാം. അതുപോലെ അർജുനനാണെങ്കിലോ ഭഗവാന്റെ പരമദിവ്യത്വം അംഗീകരിക്കുന്ന ആളുമാണ്. അപ്പോൾ ഈ മഹത്തായിട്ടുള്ള ശാസ്ത്രം പഠിക്കാനുള്ള അധികാരിയായിട്ട് അർജുനനെയാണ് ഭഗവാൻ തിരഞ്ഞെടുക്കുന്നത്. കാരണം ഇതൊരിക്കലും ഒരു അസുരന് സാധ്യമാകുന്ന കാര്യമല്ല, ഭഗവാന്റെ ജ്ഞാനം അല്ലെങ്കിൽ രഹസ്യം മനസ്സിലാക്കുക എന്നത്. അപ്പോൾ ഇത് മുൻപേ പറഞ്ഞതുപോലെ അല്ലേ, ഇത് ഒരുപാട് ആൾക്കാരുടെ അല്ലെങ്കിൽ മറ്റുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉള്ള ഒന്നാണ് ഭഗവത്ഗീത. പക്ഷേ ഭഗവത്ഗീത യഥാരൂപം എന്നുള്ള ആ ഒരു ഗ്രന്ഥത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഇപ്പോൾ പ്രഭുപാദയാണ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ഭഗവത്ഗീത തർജ്ജമ ചെയ്ത് തന്നത്. അപ്പോൾ പ്രഭുപാദർക്ക് വേണമെങ്കിൽ തൻ്റേതായിട്ടുള്ള കുറേ വ്യാഖ്യാനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താമായിരുന്നു അല്ലേ. പ്രഭുപാദ ഈ ശിഷ്യ പരമ്പരയിൽ വരുന്ന മഹത്തായിട്ടുള്ള ആചാര്യന്മാരുടെ വ്യാഖ്യാനങ്ങളാണ് ഈ ഭഗവത്ഗീതയ്ക്ക് ആധികാരികമായിട്ട് സ്വീകരിച്ചത്. അതുപോലെ അവരുടേതായിട്ടുള്ള തത്വങ്ങളാണ് ഭഗവത്ഗീതയ്ക്ക് ഒരു കുറച്ചും കൂടി ഒരു വ്യാഖ്യാനത്തിന് ഊന്നൽ നൽകുവാനായിട്ട് പ്രഭുപാദ ഉപയോഗിച്ചത്. ബലദേവ വിദ്യാഭൂഷണെ പോലെയിട്ടുള്ള മഹത്തായിട്ടുള്ള ആചാര്യന്മാരുടെ കമൻട്രികൾ പ്രഭുപാദ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും. അപ്പോൾ പ്രഭുപാദരുടെ ഭഗവത്ഗീത എങ്ങനെയാണ് മികച്ചു നിൽക്കുന്നത്? പ്രഭുപാദരുടെ ഭഗവത്ഗീത
ഭഗവാൻ പറഞ്ഞിട്ടില്ലാത്ത അല്ലെ ഒരു വാക്ക് പോലും ഇതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീത യഥാരൂപം എന്ന് തന്നെ നമുക്ക് ഭഗവത്ഗീതയുടെ പുറം ചട്ടയിൽ വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഭഗവത്ഗീത യഥാരൂപം എന്നാൽ എന്താണ്? ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ അല്ലെ. അതിന് വ്യാഖ്യാനം രചിക്കുന്നവരുടേതായിട്ടുള്ള ഒന്നും തന്നെ ഇവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭക്തനാൽ വ്യാഖ്യാനം തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഭഗവത്ഗീത യഥാരൂപം ഇത്രയും മികച്ചു നിൽക്കുന്നതും 80-ൽ പരം ഭാഷകളിലേക്ക് ഇത് തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുള്ളതും ഇന്നും ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ബുക്കുകളിൽ ഒന്നായിട്ട് ഭഗവത്ഗീത നിലനിൽക്കുന്നതും. അപ്പോൾ അതെല്ലാം ഈ ഭഗവത്ഗീതയുടെ പരിശുദ്ധിയും അതിൻ്റെ ശ്രേഷ്ഠതയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രഭുപാദരുടെ ഭഗവത്ഗീത യഥാരൂപം കാണുമ്പോൾ ഒന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക അല്ലെ, ഇതിൽ ഭഗവാൻ പറഞ്ഞിട്ടില്ലാത്ത ഒന്നും തന്നെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടില്ല. പ്രഭുപാദർക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് പല പല കാര്യങ്ങളും ഇതിൽ എഴുതി ചേർക്കാമായിരുന്നു, പക്ഷെ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. പ്രഭുപാദ വിവർത്തനം ചെയ്തിട്ടുള്ള ബുക്കുകൾ പ്രഭുപാദ വീണ്ടും വീണ്ടും എടുത്ത് വായിക്കുന്നതിനെ കുറിച്ചിട്ട് പറയാറുണ്ട് അല്ലേ. ഇപ്പോൾ കൃഷ്ണാഷ്ടമി വരുന്ന സമയത്ത് പ്രഭുപാദർ എഴുതിയ കൃഷ്ണ ബുക്ക് എടുത്തിട്ട് പ്രഭുപാദ മറിച്ച് നോക്കി വായിക്കും. അപ്പോൾ ശിഷ്യന്മാരെ ചോദിക്കാറുണ്ട് അല്ലേ, പ്രഭുപാദരല്ലേ ഈ ബുക്ക് എഴുതിയത്, അങ്ങ് തന്നെ എഴുതിയ ബുക്ക് എന്തിനാണ് വായിച്ചു നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പ്രഭുപാദ എന്താ പറയുന്നത്? ഇത് ഞാൻ എഴുതിയ ബുക്കല്ല അല്ലേ, ഇത് വിവർത്തനം ചെയ്യാൻ സമയത്ത് കൃഷ്ണൻ എൻ്റെ തോളത്ത് വന്നിരുന്ന് എനിക്ക് പറഞ്ഞു തന്നിരുന്നു എന്ന് പ്രഭുപാദ പറയുന്നുണ്ട്. അപ്പൊ അതേപോലെയാണ് ഭക്തന് മാത്രമേ ഭഗവാന്റെ ശാസ്ത്രം കൃത്യമായിട്ടും വ്യക്തമായിട്ടും ശുദ്ധമായിട്ടും മനസ്സിലാക്കാനും അത് അതേപടി ജനങ്ങളിൽ എത്തിക്കാനും സാധിക്കുള്ളൂ. അപ്പോൾ മറ്റ് ഗീതാഭാഷ്യങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം ഇതാണ് അല്ലേ, അവിടെ നമുക്ക് ഭഗവാനായിട്ട് പറഞ്ഞിരിക്കുന്ന വാക്കുകളോ അല്ലെങ്കിൽ ഭഗവാൻ ഉദ്ദേശിക്കുന്ന ആ അന്തസത്തയോ ഒന്നും നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അർജുനന്റെ വഴി പിന്തുടരുന്ന ഗീതാഭാഷ്യങ്ങൾ ഏതും മഹത്തായ ശാസ്ത്രത്തിന് യഥാർത്ഥ സേവനമാകുന്നു എന്ന് പ്രഭുപാദ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ പരമ്പരയിലൂടെ നമ്മൾ വന്നിട്ട് ഇനി നമുക്കൊരു ഭഗവത്ഗീത എഴുതണമെങ്കിൽ എഴുതാം അല്ലെ. കാരണം അത് ഒട്ടും തെറ്റല്ല, കാരണം അത് ഭഗവാനാൽ നിക്ഷിപ്തമായിട്ടുള്ളൊരു കാര്യമാണ് നാം ചെയ്യുന്നത്. പക്ഷേ അസുരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ഭാഷ്യകാരന്മാരെന്താ ചെയ്യുന്നത്? അവർക്ക് തോന്നിയത് എന്തൊക്കെയോ കെട്ടിച്ചമച്ചു വെക്കുകയാണ് അല്ലെ. അതാണ് മറ്റുള്ള ഭഗവത്ഗീതകൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു മാറ്റവും സംഭവിക്കാത്തത്, നമുക്ക് ഒന്നുകൂടി അത് വായിക്കണമെന്നുള്ള തോന്നൽ ഉണ്ടാകാത്തത്. പക്ഷേ പ്രഭുപാദരുടെ ഭഗവത്ഗീത നമുക്ക് വീണ്ടും വീണ്ടും വായിക്കുവാനുള്ള പ്രചോദനം ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു മഹത്തായ ശാസ്ത്രമാണ്. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഭഗവത്ഗീത ക്ലാസ് തന്നെ അല്ലേ, ഇത് രണ്ടാമത് ആവർത്തിക്കുന്ന ഭഗവത്ഗീതയാണ്. ഇതിൽ 18-ാമത്തെ അധ്യായം ഇതിന് മുൻപ് ഞാൻ എടുത്തിട്ടുണ്ട്, 10-ാമത്തെ അധ്യായം എടുത്തിട്ടുണ്ട്, 9 എടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് മടുപ്പ് അനുഭവപ്പെടാത്തത്? കാരണം ഇത് നമുക്ക് വീണ്ടും വീണ്ടും പ്രചോദനം നൽകുന്ന, നമ്മളെ ഭക്തിയിലേക്ക് മുന്നേറാൻ സഹായിക്കുന്ന ശാസ്ത്രമാണ് അല്ലേ, ഭഗവാന്റെ വാക്കുകളാണ്. അപ്പോൾ കഥയന്തശ്യ മാം നിത്യം തുഷ്യന്തീജ രമന്തീജ, ഭഗവാനെ കുറിച്ച് നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കുവാനുള്ള ഉത്സാഹം കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് യഥാർത്ഥ രീതിയിലുള്ള ഒരു ഭക്തനാൽ സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ ഭക്തനാൽ വ്യാഖ്യാനം ചെയ്യപ്പെട്ട ഭഗവത്ഗീതയുടെ പ്രത്യേകത. അപ്പോൾ ഭഗവാന്റെ ഉപദേശങ്ങളിൽ നിന്ന് വായനക്കാരെ വ്യതിചലിപ്പിക്കാനുള്ളതല്ല ഭഗവത്ഗീത. ഭഗവാൻ നൽകുന്ന ഉപദേശങ്ങളിലൂടെ ജീവിതത്തിൽ ഒരു ചിട്ടയോട് കൂടിയിട്ട് ഭക്തിയിൽ മുന്നേറി മനുഷ്യജന്മത്തിന്റെ അനന്തമായിട്ടുള്ള സാധ്യതകളെ മുൻനിർത്തി ജീവിത ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ അല്ലെങ്കിൽ ആ ജീവിത ലക്ഷ്യം കൈവരിക്കാനാണ് നാം ഭഗവത്ഗീതയെ സമീപിക്കേണ്ടതും പഠിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതും. അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഭഗവാനെ നമ്മൾ ഭഗവാനായിട്ട് തന്നെ അംഗീകരിക്കണം അല്ലേ. ഭഗവാന്റെ ആ പരമദിവ്യത്വം നമ്മൾ പല പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ പരമദിവ്യത്വം അംഗീകരിച്ചാൽ മാത്രമേ ഭഗവാനോട് നാം ശരണാഗതി പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവത്ഗീത യഥാരൂപം കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ മറ്റുള്ള ക്ലാസ്സുകളിൽ പരമ്പരകളിലൂടെ കൈമാറി വരാത്ത ഒരു ആളിൽ നിന്ന് നാം ഭഗവത്ഗീത കേൾക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭു അതിനെ ശക്തമായിട്ട് വിലക്കിയിട്ടുണ്ട് അല്ലേ. മായാവാദ ഭാഷ്യങ്ങൾ കേൾക്കുന്നത് പാമ്പ് കൊത്തിയ പാല് പോലെ വിഷമയമാണ് എന്ന്
ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുകയറ്റം വെച്ചിട്ട് നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിലെല്ലാം ലഭ്യമാണ്. പണ്ടത്തെ പോലെയല്ല, നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് ഭക്തിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാണ്. ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. അപ്പോൾ നാം കേൾക്കാനെടുക്കുന്ന ആള് ഗുരുശിഷ്യ പരമ്പരയിലൂടെ അല്ലെങ്കിൽ ഭഗവാനാൽ സ്ഥാപിക്കപ്പെട്ട 4 ആധികാരികമായ പരമ്പരയിലൂടെ വരുന്ന ആളാണോ എന്ന് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ നമ്മൾ ഭഗവാന്റെ ശാസ്ത്രം ഗ്രഹിക്കാൻ പാടുള്ളൂ. അല്ലാത്തതൊക്കെ മായാവാദ ഭാഷ്യങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അത് കേൾക്കുന്നത് നമുക്ക് ഒരു സാമൂഹിക കോലാഹലം മാത്രമേ സൃഷ്ടിക്കൂ, അല്ലെ? ശ്രമ ഏവൈഹി കേവലം എന്നാണ് ഇത്തരം ശ്രമങ്ങളെ ഭാഗവതം വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് കേവലം ഒരു സമയം പാഴാക്കലായിട്ട് മാറും. അപ്പോൾ നാം കേൾക്കാൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഗുരുശിഷ്യ പരമ്പരയിലൂടെ വരുന്ന ആളാണോ, ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട 4 പരമ്പരയിലൂടെ വരുന്ന ആളാണോ എന്ന് നാം തീർച്ചയായിട്ടും അന്വേഷിക്കുകയും അറിയുകയും വേണം. കൂടാതെ നാം കേൾക്കാൻ എടുക്കുന്ന വ്യക്തിക്ക് ഒരു ഗുരു ഉണ്ടോ എന്നതും കൂടി നാം അറിയണം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരാളിൽ നിന്ന് നാം ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുവാൻ. അത് വളരെയധികം നമുക്ക് ഭക്തിപരമായിട്ട് മുന്നേറാൻ സഹായിക്കും. അല്ലാത്തവയൊക്കെ ഒരു സമയം പാഴാക്കൽ മാത്രമായിട്ട് തീരും. അപ്പോൾ അർജുനനിൽ നിന്ന് തുടങ്ങുന്ന ശിഷ്യ പരമ്പര നാം പിന്തുടരാൻ ശ്രമിക്കുകയും ഉത്കൃഷ്ടമായിട്ടുള്ള ഈ ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് പ്രയോജനം നേടുകയും ചെയ്യാം. അപ്പൊ ഇത് പ്രഭുപാദ നൽകുന്ന വാക്കാണ്, അല്ലെ? പ്രഭുപാദ നൽകുന്ന വാക്കുകൾ ഒന്നും തന്നെ പാഴായി പോവില്ല. അപ്പോൾ അത്രയ്ക്കും ഭഗവാനിലും ഭഗവാന്റെ ശാസ്ത്രത്തിലും അടിയുറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് പ്രഭുപാദ ഇത് നമുക്ക് വ്യക്തമാക്കി തരുന്നത്, അല്ലെങ്കിൽ ഇത് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ പ്രാമാണിത്വം നമ്മൾ അംഗീകരിക്കണം. നമ്മൾ ഭഗവാനെ പ്രകീർത്തിക്കണം. ഭഗവാന്റെ സുപ്രീമസി, പരമദിവ്യത്വം നമ്മൾ അംഗീകരിക്കണം. ഭഗവാനാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, അല്ലെ? അഹം സർവസ്വ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. എല്ലാം എന്നിൽ നിന്നാണ് വരുന്നത്, അല്ലെ? അപ്പൊ നമ്മളും ഭഗവാനിൽ നിന്നാണ് വന്നത്. അപ്പോൾ അത് തിരിച്ചറിയുകയും നമ്മുടെ മനുഷ്യജന്മം എന്ന് പറയുന്നത് വളരെ വിരളമാണ്, അല്ലെ? വളരെ വിരളവുമാണ്, വളരെ ഭാഗ്യവുമാണ് എന്നാണ് ഇതേക്കുറിച്ചിട്ട് പ്രഹ്ലാദ മഹാരാജ് പറയുന്നത്. ദുർലഭം മാനുഷ്യജന്മം അദ്രുവം അർത്ഥതം എന്ന് പറയുന്നുണ്ട്, അല്ലെ? മനുഷ്യജന്മം വളരെ ദുർലഭമായി ലഭിക്കുന്നതാണ്, അതേസമയം അത് ഭാഗ്യവുമാണ് എന്നാണ് പറയുന്നത്. കാരണം ഇത് എപ്പോഴും കൈവരുന്ന ഒന്നല്ല. അപ്പോൾ ഈ മനുഷ്യജന്മത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം നമുക്ക് പ്രാപ്തമാക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ വരാനിരിക്കുന്ന തലമുറ ഭഗവാനെ തള്ളിപ്പറയും, അല്ലെങ്കിൽ ഭഗവാന്റെ സുപ്രീമസി അംഗീകരിക്കാതെ വരും. ഭഗവാൻ എന്ന് അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറയുന്നത് വെറും ഒരു കെട്ടുകഥയാണ്, അല്ലെങ്കിൽ ചരിത്ര പുരുഷനാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ജനത ഇതിന് ശേഷം വരുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഭഗവാന്റെ വിശ്വരൂപം കാണുവാനായിട്ട് അർജുനൻ ആഗ്രഹിക്കുകയും ആ ആഗ്രഹം മനസ്സിലാക്കി ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്, അല്ലെ? കാരണം പ്രഭുപാദ പറയുന്നുണ്ട്, ഭഗവാനാണ് എന്ന് അവകാശപ്പെട്ട് വരുന്നവരോട് വിശ്വരൂപം കാണിച്ചു തരാനായിട്ട് നാം ധൈര്യസമേതം പറയണം എന്ന് പറയുന്നുണ്ട് ഒരു ഭാവാർത്ഥത്തില്. കാരണം ഭഗവാന് മാത്രമേ അത് സാധിക്കൂ. വിശ്വരൂപം കാണിച്ചു തരാൻ, പ്രദർശിപ്പിക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കൂ. അത് മറ്റാർക്കും സാധിക്കില്ല. അപ്പോൾ ഭഗവാൻ ഒരു ചരിത്ര പുരുഷനാണ്, അല്ലെങ്കിൽ ഇതെല്ലാം കെട്ടുകഥയാണ് എന്ന് പറഞ്ഞേക്കാവുന്ന ഒരു ജനത ഇനി വരാനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു സത്യം, പരമസത്യം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു വെക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് വിശ്വരൂപ ദർശനം നമുക്ക് ഭഗവത്ഗീതയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ, അർജുനൻ അജ്ഞാനിയാക്കപ്പെട്ടത്. അർജുനൻ ഒരിക്കലും അജ്ഞാനിയല്ല, ഭഗവാന്റെ സുഹൃത്താണ്. ഭഗവാൻ പറയുന്നുണ്ട്, അല്ലെ, ഇത്രയേറെ ക്വാളിറ്റികളുള്ള, ഇത്രയേറെ യോഗ്യതയുള്ള അർജുനൻ എങ്ങനെയാണ് പിന്നെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അജ്ഞാനിയാക്കപ്പെട്ടത്? എനിക്ക് അവസാനം കാട്ടിൽ പോയി തപസ് ചെയ്താലും വേണ്ടില്ല, എനിക്ക് ഈ രാജ്യം വേണ്ട എന്ന് പറഞ്ഞ് പലായനം ചെയ്യാനായിട്ട് ഒരുങ്ങിയ അർജുനനെ നമുക്കറിയാം, അല്ലെ? അപ്പോഴും ഭഗവാൻ പറഞ്ഞു, നീ നിന്റെ കടമ നിർവഹിക്കണം, നീ ഭീരുവിനെ പോലെ ഒളിച്ചോടരുത് അർജുന എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും ശ്രേഷ്ഠനായിട്ടുള്ള അർജുനനാണ് ഒന്നും അറിയാത്ത ഒരാളെ പോലെ ഭഗവാന്റെ മുന്നിൽ നിന്നത്, അല്ലെ? എന്തുകൊണ്ടാണ് അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ അജ്ഞാനിയാക്കപ്പെട്ടത്? നമുക്ക് വേണ്ടിയാണ്, അല്ലെ? ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ ഉപദേശങ്ങൾ അർജുനനിലൂടെ ലോകം അറിയണമെന്നാണ് ഭഗവാൻ ആഗ്രഹിച്ചത്. മുറിഞ്ഞു പോയിട്ടുള്ള ഗുരുശിഷ്യ പരമ്പര അർജുനനിലൂടെ പുനഃസ്ഥാപിക്കപ്പെടണമെന്നാണ് ഭഗവാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ്
കുരുക്ഷേത്ര യുദ്ധം പോലെയുള്ള ഒരു മഹായുദ്ധങ്ങളൊക്കെ ഇവിടെ അരങ്ങേറിയതും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ലഭ്യമാവുകയും ചെയ്തത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ്വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. അർജുനൻ വളരെ വിശേഷപ്പെട്ട ഒരു ചോദ്യം ഭഗവാനോട് ചോദിക്കുകയാണ് അല്ലെ. അർജുനൻ പറഞ്ഞു, വിവസ്വാൻ എന്ന സൂര്യദേവൻ അങ്ങയേക്കാൾ വളരെ മുൻപ് ജനിച്ചെന്നിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകിയെന്ന് പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിക്കണം. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് വരുന്ന സംശയമാണ് അല്ലെ. അർജുനന്റെ സമകാലീനാണ് ഭഗവാൻ, അർജുനന്റെ മുൻപിൽ ഭഗവാൻ നിൽക്കുന്നുമുണ്ട് അല്ലെ. അപ്പോൾ ഭഗവാൻ പറയാണ്, ഇമം വിവസ്വതേ യോഗം അല്ലെ, ഇത് ഞാൻ മുൻപ് വിവസ്വാനായിട്ടുള്ള സൂര്യദേവനായിട്ടുള്ള വിവസ്വാനെ ഉപദേശിച്ചതാണ് എന്ന് പറയാണ്. അപ്പൊ അർജുനൻ ചോദിക്കുകയാണ്, ഞാനും അങ്ങും സമകാലീനനാണ്, പിന്നെ വിവസ്വാൻ സൂര്യദേവൻ അങ്ങയേക്കാൾ ഒരുപാട് കാലം മുൻപ് ജനിച്ചതാണ്, പിന്നെ എങ്ങനെ ഞാനിത് വിശ്വസിക്കുമെന്ന് ചോദിക്കുകയാണ് അല്ലെ. അങ്ങ് വിവസ്വാന് ഭഗവത്ഗീത ഉപദേശിച്ചത് ഞാൻ എങ്ങനെ വിശ്വസിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ വിശ്വസിപ്പിക്കും എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ അംഗീകൃത ഭക്തൻ അല്ലെ, ഭഗവാൻ വളരെ പ്രിയപ്പെട്ട ആളാണ് അർജുനൻ. അപ്പോൾ അർജുനന് ഭഗവാനിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഭാവി തലമുറയ്ക്ക് വേണ്ടി അല്ലെ, ഇനി വരാനിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഭഗവാന്റെ സുപ്രീമസിയെ ചോദ്യം ചെയ്തേക്കാവുന്ന, ഭഗവാന്റെ പരമദിവ്യത്വം അംഗീകരിക്കില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അർജുനൻ ഈ ചോദ്യം ചോദിക്കുന്നത്, അല്ലാതെ സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. അർജുനൻ എല്ലാം തികഞ്ഞ വ്യക്തിയാണ്, എല്ലാ ഭഗവാനെ കുറിച്ചിട്ടുള്ള എല്ലാ ശാസ്ത്രവും മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് അർജുനൻ. അപ്പോൾ ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർക്ക് ഭഗവാനെ പരമപുരുഷനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് അംഗീകരിക്കാനും സ്വീകരിക്കാനും ഇടയില്ലാത്ത അല്ലെ, അത്രയ്ക്കും ഭാഗ്യഹീനരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അർജുനൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ കൃഷ്ണനെ പറ്റി ഒന്നും അറിയില്ലാത്ത ഒരാളെ പോലെ അർജുനൻ ഇവിടെ ഭഗവാനോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അർജുനനെ കുറിച്ച് നമുക്കറിയാം അല്ലെ. അർജുനൻ 10ാമത്തെ അധ്യായത്തിലെ ചതുശ്ലോകി ഭഗവത്ഗീത ഭഗവാനിൽ നിന്ന് കേട്ട് കഴിഞ്ഞ ശേഷം അർജുനൻ പറയുന്നുണ്ട്, പവിത്രമിതം ഉത്തമം എന്ന് പറയുന്നുണ്ട് അല്ലെ. അങ്ങ് പരമനാണ്, പവിത്രമാണ്. അതെ, അങ്ങ് പരമമാണ്, പവിത്രമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് അല്ലെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പവിത്രനാണ്, പരമമാണ്, പരമപുരുഷനാണ് എന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പും കേട്ടിട്ടുണ്ട് അല്ലെ. അസിതൻ, ദേവലൻ, വ്യാസൻ തുടങ്ങിയ മഹർഷി വര്യന്മാരിൽ നിന്ന് ഞാൻ ഇതേക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടല്ല ഞാൻ കേൾക്കുന്നത്. പക്ഷെ ഇപ്പോ അങ്ങ് കൂടി പറയുമ്പോൾ ഞാൻ ഇത് വിശ്വസിക്കുന്നു കൃഷ്ണ എന്നാണ് അർജുനൻ പറയുന്നത്. അപ്പോൾ ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട്, എല്ലാറ്റിൻ്റെയും ഉറവിടമായിട്ട്, അതീന്ദ്രിയതയുടെ പരമകോടിയായിട്ട് അർജുനൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അർജുനൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് നമ്മളെപ്പോലെ ഭാവിയിൽ വരാനിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അവര് ഒരിക്കലും ഭഗവാനെ അവിശ്വസിക്കാതിരിക്കാൻ, ഭഗവാന്റെ ആ പരമദിവ്യത്വം അർജുനൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ഭഗവാനോട് ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ദേവകി പുത്രനായിട്ട് ഭൂമിയിൽ അവതരിച്ചു. പിന്നെ അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. അർജുനന് മുമ്പിൽ ഭഗവാൻ ദേവകി പുത്രനായിട്ട് അവതരിച്ചിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ പിന്നെ എങ്ങനെ പരമപുരുഷ ഭഗവാനായി, സനാതനനായി, ആദ്യ പുമാനായി തുടരാനാവുമെന്ന് അർജുനന് സംശയം തോന്നുകയാണ്. അപ്പോൾ ഇത് ഒരു സാധാരണ മനുഷ്യന് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറത്തുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അത് തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് അർജുനൻ ഈ ഒരു ചോദ്യം ഭഗവാനോട് ചോദിക്കുന്നത്. കാരണം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഭഗവാന് മാത്രമേ സാധിക്കൂ അല്ലെ. കാരണം ഭഗവാനാണ് ആദ്യം മുതൽ ഇവിടെ നിലനിൽക്കുന്നത്. അർജുനനും മറ്റുള്ളവരും ഇല്ലാതിരുന്ന സമയത്തും ഭഗവാൻ അവിടെയുണ്ട് അല്ലെ. ആ ഭഗവാന് മാത്രമേ ഇതേക്കുറിച്ച് വ്യക്തമായിട്ട് പറയാനായിട്ട്, ഉത്തരം നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആധികാരികമായിട്ട് കൃഷ്ണനിൽ നിന്ന് തന്നെ ഇത് കേൾക്കണം എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ ആഗ്രഹിച്ചിട്ട് അർജുനൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ പരമാധികാരിത്വം അല്ലെ ഇന്നു മുതൽ മാത്രമല്ല, കാലാതീത മുതൽ നിലനിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ അസുരന്മാര് മാത്രമാണ് ഭഗവാനെ നിരാകരിക്കുന്നത്, ഭഗവാന്റെ പരമാധികാരത്തെ സ്വീകരിക്കാത്തത്, അംഗീകരിക്കാത്തത്. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ അജ്ഞാനിയാക്കപ്പെട്ടതും അതുകൊണ്ടാണ്. ഈ സത്യങ്ങളൊക്കെ അർജുനനിലൂടെ വെളിപ്പെടുത്തണമെന്ന് ഭഗവാൻ വളരെയധികം ആഗ്രഹിച്ചതുകൊണ്ടാണ്.
അപ്പോൾ ഇത് ഭഗവാൻ വെളിപ്പെടുത്താൻ പോവുകയാണ് അല്ലേ. അതാണ് അടുത്ത ശ്ലോകം മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ അസുരന്മാരെ ഒരിക്കലും ഭഗവാന്റെ സുപ്രീമസി അംഗീകരിക്കില്ല. അവരെ കൊണ്ടാകുന്ന വിധത്തിൽ ഭഗവാന്റെ സുപ്രീമസിയെ, പരമദിവ്യത്വത്തെ വികലമാക്കി കാണിക്കുവാനാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമുക്ക് ജീവിത ലക്ഷ്യം കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലേ, അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഓരോരുത്തരും ഭഗവാന്റെ ശാസ്ത്രം അറിഞ്ഞിരിക്കണമെന്നാണ് ഇവിടെ പ്രഭുപാദ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാനെ കുറിച്ച് വിവരിക്കുന്നത് സർവ്വലോകത്തിനും മംഗളകരമായിട്ട് ഭവിക്കും എന്നിവിടെ പ്രഭുപാദ പ്രത്യാശിക്കുകയാണ്. അപ്പോൾ ഭഗവാനെ തങ്ങളുടെ മാത്രം നിലപാടിലൂടെ നിരീക്ഷിക്കുന്ന ആളുകളാണ് അസുരന്മാര്. കാരണം അവർക്ക് ഒരിക്കലും ഭഗവാന്റെ ഈ പരമദിവ്യത്വം അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഭക്തന്മാരെന്താണ് ചെയ്യുന്നത് അല്ലെ, ഭഗവാനിൽ നിന്ന് വരുന്ന ഒരു വാക്ക്, ഒരു നോട്ടം, അതൊക്കെ അവർക്ക് വളരെയധികം സ്വീകാര്യമാണ്. അവരതിനെ വളരെയധികം ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവരതിനെ എതിരേൽക്കുമെന്ന് ഇവിടെ പ്രഭുപാദ പറയുകയാണ്. അപ്പോൾ ഭക്തന്മാര് കൃഷ്ണനെ കുറിച്ച് അധികം അറിവ് നേടാനായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഭഗവാനെ കുറിച്ചിട്ടുള്ള ശാസ്ത്രം വിശദമാക്കാൻ, അല്ലെങ്കിൽ ആ പരമസത്യം വിശദമാക്കാനായിട്ട് വളരെയധികം താല്പര്യമുണ്ട് എന്നിവിടെ പ്രഭുപാദ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യരായിട്ട് കാണുന്ന അല്ലേ, എന്നോടൊരു ഹോമിയോ ഡോക്ടർ നേരത്തെ പറഞ്ഞാണ് കൃഷ്ണൻ ഒരു ചരിത്ര പുരുഷനാണ് എന്ന്. അവരോടൊക്കെ നമ്മൾ എന്താണ് മറുപടി പറയാ? ഇപ്പൊ ഭഗവത് ദർശനം മാസിക ഞാൻ അവർക്ക് കൊടുത്തപ്പോൾ അവർ പറയാണ്, ഇതൊക്കെ എന്തിനാണ് വായിക്കുന്നത്, കൃഷ്ണൻ ഒരു ചരിത്ര പുരുഷനല്ലേ എന്നാണ് അവരെന്നോട് ചോദിച്ചത്. അപ്പോൾ നമുക്ക് അവരെ കുറിച്ച് സഹതാപം മാത്രമേ തോന്നൂ അല്ലെ. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ് ഭഗവാൻ. ആ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്നുള്ള ആ സത്യം പോലും മാറ്റി വെച്ചുകൊണ്ട് ചരിത്ര പുരുഷനായിട്ട് മാത്രമാണ് അവര് ഭഗവാനെ കരുതുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ എന്താ ഭഗവാൻ വിളിക്കുന്നത്? വിഡ്ഢി എന്ന് തന്നെയാണ് വിളിക്കുന്നത് അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭഗവത്ഗീത ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഭഗവത്ഗീത യഥാരൂപത്തില് നമുക്ക് ഭഗവാന്റെ സുപ്രീമസി, ഭഗവാന്റെ പരമദിവ്യത്വം നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് അംഗീകരിക്കാനും സാധിക്കും. കാരണം ഭഗവാനാൽ അരുളി ചെയ്യപ്പെട്ട ശ്ലോകങ്ങൾക്ക് മുൻപെല്ലാം ശ്രീ ഭഗവാൻ ഉവാച എന്ന് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഭഗവാനാൽ അരുളി ചെയ്യപ്പെട്ട ശ്ലോകങ്ങളാണ്, അല്ലെങ്കിൽ ഭഗവാനാൽ അരുളി ചെയ്യപ്പെട്ട ഗീതയാണ് ഇതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഭഗവാനിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഇതിന് ഭഗവത്ഗീത എന്ന പേര് വന്നത് അല്ലേ. കാരണം ഗോലോക വൃന്ദാവനത്തില് നമ്മൾ സാധാരണ സംസാരിക്കുന്നതും പാട്ട് പോലെയാണ്, ഗീതം പോലെയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയായത്. നാട്യം ഗമനം വംശി എന്ന് പറയുന്ന ആ ഒരു ഇതിൽ പറയുന്നുണ്ട് അല്ലെ. അവിടെ എല്ലാം ഗീതമാണ്, നടക്കുന്നത് നൃത്തം ചെയ്യുന്നത് പോലെയാണ് എന്നൊക്കെ ആ ബ്രഹ്മസംഹിതയുടെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. കഥാഗാനം നാട്യം ഗമനമഭി വംശി പ്രിയ സഖി എന്നാ പറയുന്നത്. അപ്പോൾ അവിടെ ഉച്ചരിക്കുന്ന ഓരോ വാക്കും ഗീതമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാനിൽ നിന്ന് വന്ന വാക്കുകൾ ഭഗവത്ഗീത എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഭഗവാൻ സച്ചിദാനന്ദ വിഗ്രഹനാണ് അല്ലേ. അപ്പോൾ സച്ചിദാനന്ദ വിഗ്രഹനായിട്ടുള്ള ആ ഭഗവാനെ നാം അംഗീകരിക്കുകയും ആനന്ദ വിജ്ഞാനങ്ങളുടെ ശാശ്വതമൂർത്തിയും അതീന്ദ്രനും ത്രിഗുണങ്ങളുടെയും കാലദേശങ്ങളുടെയും സ്വാധീന ശക്തിക്ക് അതീതനുമാണ് എന്ന് നാം മനസ്സിലാക്കിയാൽ നമുക്ക് അർജുനനെ പോലെ ഭഗവത്ഗീതയെ സമീപിക്കാം എന്ന് പ്രഭുപാദ പറയണം. അപ്പൊ അർജുനനെ പോലെയുള്ള ഒരു ഭക്തന് കൃഷ്ണന്റെ അതീന്ദ്രിയ ഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ പരമദിവ്യത്വത്തെക്കുറിച്ച് ഭഗവാന്റെ ശക്തിയെക്കുറിച്ച് ഒട്ടും തന്നെ സന്ദേഹമില്ല, സംശയമില്ല. പക്ഷെ എന്നാലും അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ് അല്ലെ, സൂര്യദേവനായിട്ടുള്ള വിവസ്വാൻ അങ്ങേക്ക് മുൻപ് ഒരുപാട് കാലം മുൻപ് ജനിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ എങ്ങനെയാണ് എനിക്ക് സമകാലീനായിട്ടുള്ള അങ്ങ് വിവസ്വാന് ഭഗവത്ഗീത ഉപദേശിക്കുന്നത് എന്ന് അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണനെ ത്രിഗുണങ്ങൾക്ക് അധീനനായിട്ടുള്ള വെറുമൊരു മനുഷ്യനായി കരുതുന്ന നിരീശ്വരന്മാരായിട്ടുള്ള ആളുകളുടെ നിലപാടിനെ എതിർക്കാനുള്ള ഒരു ഉപായം എന്ന നിലയിലാണ് അർജുനൻ ഭഗവാനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ശ്ലോകങ്ങളിൽ ഭഗവാൻ അതിന് വ്യക്തമായിട്ട് ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ ഭഗവാൻ എന്താണ് തന്നെക്കുറിച്ച് അല്ലെ, തൻ്റെ ശാസ്ത്രത്തെക്കുറിച്ച്, തൻ്റെ ആധികാരികതയെക്കുറിച്ചിട്ട് വ്യക്തമാക്കുന്നത് എന്ന് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ, ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇതോടുകൂടിയിട്ട് ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും
വളരെയധികം നന്ദി ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്നതിന്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും